ചെമ്പ്ര റേഞ്ചിൻ്റെ ഇതിൻ്റെ പ്രവർത്തകരാണിത്. ചെമ്പ്ര റേഞ്ച് ജമീയത്തുൽ മുഅല്ലിമീൻ മാനേജ്മെന്റ് അസോസിയേഷൻ സമസ്തയുടെ ഒരു പോഷക സംഘടനയാണ്. അതിലെ ഇതിൻ്റെ ഒരു 9 മദ്രസകളാണ് ഇതിൻ്റെ കീഴിലുള്ളത്. ഈ 9 മദ്രസകളുടെയും അതിൻ്റെ മാനേജ്മെൻറ്റ് അംഗങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ അവിടെയുള്ള ഉസ്താദുമാരും അവർ ഒന്നിച്ചു കൂടുന്ന ഒരു പരിപാടിയാണ്. അതിൻ്റെ മുമ്പ് ഞങ്ങൾ ഈ പറയുന്ന 9 മദ്രസകളിലും ഒരു വിസിറ്റ് നടത്തിയിട്ടുണ്ട്. വിസിറ്റ് നടത്തി എന്ന് പറഞ്ഞാൽ അതിൽ കുറേ പരിപാടികൾ ഉണ്ടായിരുന്നു. വിസിറ്റിൽ മദ്രസ ആകെ ഒന്ന് അതിൻ്റെ പരിസരവും ഭൗതിക സ്ട്രക്ചറും ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഒന്ന് വിലയിരുത്തി. പിന്നെ അതിനുശേഷം മദ്രസയിലെ ക്ലാസ്സിലെ ഈ 2 കുട്ടികളെ വീതം ഒരു ക്ലാസ്സിൽ ഇരുത്തി അവരുമായിട്ട് ഞങ്ങൾ ആ മദ്രസയും ആ പ്രദേശവുമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. അതിനുശേഷം അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരെ മുഴുവനും ഉസ്താദുമാരെ മുഴുവനും ഒന്നിച്ചിരുത്തി അവരുടെ പ്രയാസങ്ങളും അവരുടെ പ്രവർത്തനങ്ങളിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടോ എന്നുള്ളതൊക്കെ പരിശോധിച്ചു. പിന്നെ അതിനുശേഷം ഞങ്ങൾ ആ സ്ഥാപനം നടത്തുന്ന മാനേജ്മെൻറ്റ് അംഗങ്ങളെ ഒന്നിച്ചിരുത്തി അവരായിട്ടുള്ള ചർച്ചകൾ നടത്തുന്നു. അവിടെയുള്ള പ്രവർത്തനങ്ങളിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ. ഇതിന് ശേഷം നമ്മളെല്ലാവരും ഒന്നിച്ചിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് സന്ദർശനത്തിന് പോയ 7 പേര്, 7 പിന്നെ ചില ദിവസങ്ങളിൽ മാറി മാറി പലരും വന്നിട്ടുണ്ട്. അതിൽ യൂനിസ് സുദവിയാണ് ഈ ഇരിക്കുന്നത്. പിന്നെ അംസ ഫൈസിയാണ് ഇതിൻ്റെ സെക്രട്ടറി. അതോടൊപ്പം മുസ്തഫ ഹൈത്തമി എന്ന് പറയുന്ന ഒരാൾ അതിൻ്റെ പ്രസിഡൻറ്റുമാണ്. ഈ 3. പിന്നെ അബ്ദുൽ മജീദ് മുസ്ലിയാർ ഒരു ദിവസം കുറേ ദിവസം 2 ദിവസം ഞങ്ങളിവിടെ. അങ്ങനെ അതിനിപ്പോൾ മാനേജ്മെൻറ്റ് അംഗങ്ങൾ എന്ന നിലയിൽ ഞങ്ങൾ കുറേ പേര് ഡോക്ടർ അസ്ലം പേരാമ്പ്ര എന്ന് പറയുന്ന ആൾ, അതുപോലെ ഡോക്ടർ ഇസ്മായിൽ ഫൈസി മാട്ടനുണ്ട്, റേഞ്ചിൻ്റെ ട്രഷററായ കോടേരി മൊയ്തീൻ, അതുപോലെ റേഞ്ചിൻ്റെ സെക്രട്ടറിയായ മുഹമ്മദ് മാസ്റ്റർ വാടൂർ, പിന്നെ അതിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ കുഞ്ഞബ്ദുള്ള കണ്ടോറ. ഞങ്ങളൊക്കെ ഈ ടീമായിട്ട് ഒന്നിച്ചിരുന്ന് അവരുമായിട്ട് അധ്യാപകരും മാനേജ്മെൻറ്റ് അംഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകളൊക്കെ നടത്തി. ആ മദ്രസ നേരിടുന്ന പ്രശ്നങ്ങൾ, സാമ്പത്തികവും അതുപോലെ വിദ്യാഭ്യാസപരമായുള്ള പ്രവർത്തനങ്ങളും ഏതാണ് ഇടയ്ക്കില്ലേ പറയണ്ടേ? ആയിക്കോട്ടെ. ഇത്രയും കാര്യങ്ങളാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നത്. അതിൻ്റെ ഒരു സംക്ഷിപ്തങ്ങൾ ഞങ്ങളിവിടെ എഴുതി മുന്നോട്ട് തന്നിട്ടുണ്ട്. മദ്രസകളുടെ കൂട്ടായ്മയാണ് റേഞ്ച് എന്ന് പറയുന്നത്. നമ്മുടെ ഇവിടെ ഞങ്ങളുടെ റേഞ്ച് എന്ന് പറയുന്നത് ചെമ്പ്ര കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ചെമ്പ്ര റേഞ്ചാണ്. അവിടെ ഞങ്ങളുടെ കീഴിൽ 9 മദ്രസകളാണ്. ഈ 9 മദ്രസകളിൽ പഠന നിലവാരം മെച്ചപ്പെടുത്തുക, ആ പ്രദേശങ്ങളിലെ പിന്നെ മതപരമായ പഠനത്തിന് പുതിയ രൂപം കണ്ടെത്തുക, അങ്ങനെയൊക്കെയുള്ള ലക്ഷ്യം മുൻനിർത്തിയിട്ടാണ് ഈ റേഞ്ച് മാനേജ്മെൻറ്റും മുഅല്ലിം അസോസിയേഷനും കൂടെ ഈ വർഷം 2024-25 വർഷത്തേക്ക് പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. അതിൽ ഇപ്പം 2 ഘട്ടം പരിപാടികൾ നടന്നു കഴിഞ്ഞു. ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പ്രസിഡന്റ് കണ്ടോറ കുഞ്ഞബ്ദുള്ള മാഷ് സൂചിപ്പിച്ചതുപോലെ മദ്രസകൾ മൊത്തം വിസിറ്റ് ചെയ്യുകയും അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഒന്ന് റിവ്യൂ നടത്തുകയും അത് കഴിഞ്ഞു. അതിന് 2ാം ഘട്ടം എന്ന നിലയിൽ ഈ വിസിറ്റ് ചെയ്തതിൻ്റെ ഞങ്ങൾക്ക് കിട്ടിയ റിസൾട്ടിൻ്റെ ഭാഗമായിട്ടുള്ള ബാക്കി പ്രവർത്തനങ്ങളുടെ ഈ ടീച്ചേഴ്സിനെയും മാനേജ്മെൻറ്റിനെയും ഒന്ന് ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഏറ്റവും പുതിയ കാലത്തിനനുസരിച്ച് ട്രെയിൻ ചെയ്തെടുക്കുക. ഏറ്റവും പുതിയ AI പോലെയുള്ള പുതിയ ടെക്നോളജികളൊക്കെ ഈ മദ്രസ പഠന മേഖലയിലേക്കും ഈ പള്ളി മഹല്ല് മേഖലകളിലേക്കൊക്കെ വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിനെ ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ് 2ാമത്തെ ലക്ഷ്യം. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പുതിയ 2ാം ഘട്ടം എന്നുള്ള ഇതിലൊരു വർക്ക്ഷോപ്പ്, ഒരു ശില്പശാല ഈ വെള്ളിയാഴ്ച ഓഗസ്റ്റ് 10 നാളെ ശനിയാഴ്ച നടത്തുന്നുണ്ട്. വാളൂർ കൂവത്തുൽ ഇസ്ലാം മദ്രസയിൽ വെച്ചിട്ടാണ് ആ പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നത്. അതിൽ ഈ 9 മദ്രസകളിൽ നിന്നായിട്ട് ഏതാണ്ട് 50ഓളം അധ്യാപകരും മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഏതാണ്ട് 100 പേരും പങ്കെടുക്കും. 150 പേരാണ് ഞങ്ങൾ ടാർഗറ്റ് ചെയ്തിട്ട് ഇപ്പം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്.
വളരെ പ്രധാനപ്പെട്ട ഈ വിഷയങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടുള്ള ക്ലാസ്സുകൾ, അതുപോലെ തന്നെ ഈ സമസ്തയുടെ ജില്ല, കോഴിക്കോട് ജില്ല, കുറ്റ്യാടി മേഖല നേതാക്കളൊക്കെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മദ്രസകൾ എന്ത് ചെയ്യണം, ഹൈടെക്കാക്കി മാറ്റുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഇതിന് പിന്നിലുള്ളത്. പിന്നെ നമ്മുടെ നേരത്തെ പേരാമ്പ്ര റേഞ്ചായിരുന്നു. പേരാമ്പ്ര റേഞ്ചിൽ മദ്രസകൾ കൂടിയപ്പോൾ പ്രവർത്തന മേഖല ഒന്നും കൂടി വിശാലമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് റേഞ്ച് വീണ്ടും എന്ത് ചെയ്യുന്നത്, ചെമ്പ്ര റേഞ്ചും പേരാമ്പ്ര റേഞ്ചുമായിട്ട് തിരിയുന്നത്. അപ്പോൾ പേരാമ്പ്ര റേഞ്ചിൽ മദ്രസകൾ കൂടുതലുണ്ട്. ചെമ്പ്ര റേഞ്ചിൽ നമ്മൾ 9 മദ്രസയാണുള്ളത്. ഈ 9 മദ്രസയിൽ ഏകദേശം 3 മദ്രസകൾ ഇപ്പം തന്നെ ഹൈടെക് ആണ്. കാരണം പിന്നെ സ്മാർട്ട് ക്ലാസ് റൂം പോലെയുള്ള പുതിയ പാഠ്യേതര പ്രവർത്തനങ്ങളിൽ അതിനൂതനമായ സംരംഭങ്ങൾ മദ്രസ കമ്മിറ്റികൾ, മാനേജ്മെൻറ്റുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. മറ്റ് മദ്രസകളും കൂടെ ഇതോടൊപ്പം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ നാളെ ഒരു CD പ്രദർശനത്തിലൂടെ എല്ലാ മദ്രസകളെയും ഈ മാനേജ്മെൻറ്റിൻ്റെ പ്രതിനിധികളും അധ്യാപകരുടെ പ്രതിനിധികളും കാണുന്ന സമയത്ത് മറ്റ് മദ്രസകളിലുള്ള സംവിധാനങ്ങൾ അവർ നേരെ കാണുകയാണ്. അപ്പോൾ ആ സംവിധാനം പിന്നെ നമ്മുടെ മദ്രസയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു ഉത്ബോധനം അവർക്ക് ഉണ്ടാവുകയും അതോടൊപ്പം എല്ലാ മദ്രസകളും ഒരു കാലഘട്ടത്തിനനുസരിച്ച് സ്കൂൾ ഭൗതിക വിദ്യാഭ്യാസം ഏറെ പിന്നെ പരമോന്നത നിലയിരുത്തുമ്പോൾ അതോടൊപ്പം തന്നെ മതവിദ്യാഭ്യാസവും എന്ത് ചെയ്യണം, പിന്നെ ഉന്നതിയിലേക്ക് കൊണ്ടുപോകുക. കാലഘട്ടത്തിനനുസരിച്ച് IT-യിൽ അധിഷ്ഠിതമായ പഠനം വിദ്യാർത്ഥികൾക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു സംരംഭം കൊണ്ട് ഉദ്ദേശിക്കുന്നത്.